ഇറാൻ പിടിച്ചെടുത്ത MSC ഏരീസ് കപ്പലുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ശ്രമം തുടരുകയാണ്. കപ്പലുള്ള പൗരന്മാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനും ഇസ്രയേലുമായി രാജ്യത്തിന് മികച്ച നയതന്ത്ര ബന്ധമുള്ളതിനാൽ സംഘർഷത്തിൽ നിഷ്പക്ഷ നിലപാട് തുടരുകയാണ് രാജ്യം. ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടലിൽ ആശങ്ക രേഖപ്പെടുത്തി ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളഹിയാനുമായി നടന്ന ഫോൺ സംഭാഷണത്തിൽ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 17 ഇന്ത്യക്കാരുടെ മോചനമായിരുന്നു പ്രധാന ചർച്ച. മോചനം സംബന്ധിച്ച് ഉറപ്പുകൾ നൽകാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടില്ല. എന്നാൽ കപ്പലിലുള്ള ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇക്കാര്യത്തിൽ വേഗത്തിൽ നടപടികൾ ഉണ്ടാകുമെന്നും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് വഴിയൊരുക്കിയത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണമാണ്. ഇത് അവസാനിപ്പിക്കാൻ UN സുരക്ഷാ കൗൺസിലിലടക്കം ഇന്ത്യ ഇടപെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലുമായി പ്രതിരോധ രംഗത്തും ഇറാനുമായി വാണിജ്യരംഗത്തും ഇന്ത്യക്ക് നല്ല ബന്ധങ്ങളാണുള്ളത്. അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പക്ഷം ചേരാതെയാണ് ഇന്ത്യയുടെ അഭിപ്രായ പ്രകടനം. തർക്കങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. റിപ്പോർട്ടർ, ദില്ലി.